ശ്രീ ആർ വി ബാബു, ഇന്ന് ഞങ്ങൾ കൃത്യമായൊരു വെളിപ്പെടുത്തൽ പുറത്തുവിടുന്നു. ശ്രീകാന്ത് അവിടെയുണ്ട്. അവിടെ നിന്ന് ശ്രീകാന്ത് സമാഹരിച്ച ഒരു സുപ്രധാന വാർത്ത, അതായത് ഈ പെൺകുട്ടികളെ കൊണ്ടുപോകാൻ ശ്രമിച്ചതാര്, ടിക്കറ്റ് എടുത്തതാര്, ക്ഷണിച്ചതാര്, തിരികെ പോകണമെന്നാവശ്യപ്പെട്ടിട്ടും വിടാത്തതാര്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുത്തരം ആ പെൺകുട്ടികളിൽ ഒരാൾ വെളിപ്പെടുത്തുകയാണ്. അത് ഛത്തീസ്ഗഡിലെ മുഴുവൻ പേർക്കും അറിയാം. കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടി മറ്റു മാധ്യമങ്ങളൊന്നും അത് പറയില്ല എന്നുറപ്പുള്ളത് കൊണ്ട് ഞങ്ങൾ അത് കൃത്യമായി പുറത്തുവിടുന്നു. എന്താണ് പ്രതികരണം? ഈ കേസിൽ ഇപ്പോൾ നിലവിൽ തുടക്കം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട്. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കേസായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഈ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് ഈ കന്യാസികൾക്കെതിരെ കേസ് എടുക്കുകയും ചെയ്തിട്ടുള്ളത് അതിനകത്തുള്ള അതിന്റെ കേസിന്റെ ഗ്രാവിറ്റി വളരെ വലുതായതുകൊണ്ടാണ്. ഛത്തീസ്ഗഡിൽ കുറെ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ചില സാമൂഹ്യ സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ ഇതുപോലെ കുട്ടികളെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോവുക. അതിൽ ക്രൈസ്തവ സഭ പലപ്പോഴും പ്രതിയായിട്ടുണ്ട്. ക്രൈസ്തവ സഭയുടെ പാതിരിമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊരു യൂഷ്വൽ പ്രാക്ടീസാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഹൈന്ദവ സംഘടനകളും സർക്കാരും ഒക്കെ വളരെ വലിയ തോതിൽ ഈ വിഷയത്തെ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ കേരളത്തിന്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഛത്തീസ്ഗഡിൽ നടക്കുന്ന സംഭവങ്ങളെ വിലയിരുത്തുകയും ഇപ്പൊ അങ്ങോട്ട് ശരിയാക്കി തരാം എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങേയറ്റം ഭോഷ്കാണ്. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. കാരണം ഛത്തീസ്ഗഡിൽ ഇതിന്റെ പേരിൽ വിക്ടിമായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അവിടെ നിന്ന് ചൈൽഡ് ലേബർ, കുട്ടികളെ കടത്തിക്കൊണ്ടുപോവുക, കുട്ടിക്കടത്ത് നടത്തുക, പെൺകുട്ടികളെ ജോലിക്ക് എന്ന് പറഞ്ഞ് കടത്തിക്കൊണ്ടുപോവുക, അങ്ങനെ കടത്തിക്കൊണ്ടുപോയിട്ട് അവരെ വേശ്യാവൃത്തിക്ക് ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെയുള്ള നിരവധി കേസുകൾ ഛത്തീസ്ഗഡിലുണ്ട്. അപ്പൊ ഛത്തീസ്ഗഡിന്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അവിടുത്തെ സർക്കാർ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടികൾ അവിടെ എടുക്കുമ്പോൾ ഇവിടെ ഈ തികച്ചും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി രാഷ്ട്രീയപരമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ട് ക്രൈസ്തവ സഭയോടൊപ്പം അണിചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ വലിയ തോതിൽ പരസ്പര വിഭജനം ഉണ്ടാക്കാം, വർഗീയ വിഭജനം ഉണ്ടാക്കാം എന്നല്ലാതെ ഈ കേസിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയാതെയാണ് പലരും ബഹളം വയ്ക്കുന്നത്.